ദൈവരാജ്യത്തിൻ്റെ ശക്തി എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ആ ശക്തിയെ തകർക്കാൻ വേറൊരു ശക്തികൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ ബിൽഡ് മൈ ചേർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. നോക്കണം, യേശു പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുമായിരിക്കും എന്നല്ല, ആയിട്ടുണ്ട് എന്നല്ല, ഇനിയും ആകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, ദൈവരാജ്യം എൻ്റെ മേൽ ശക്തിയോടെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷിയാകും. അതിനുവേണ്ടിയാണ് തമ്പുരാനെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നോക്കണം, ഇനി അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കേവലം 2 അന്യഭാഷ പറഞ്ഞിട്ട് പാട്ട് പാടുമ്പോൾ കൊച്ചു പിള്ളേരുടെ അത് ഫ്രോക്കിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന പ്രില്ല് പോലെ 4 അന്യഭാഷ പറഞ്ഞിട്ട് കൈതട്ടി വേർത്ത് വീട്ടിൽ പോകാനല്ല പരിശുദ്ധാത്മാവിനെ നിൻ്റെ മേൽ തന്നിട്ടുള്ളത്. നിൻ്റെ മേൽ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നീ സാക്ഷിയാകും. മാത്രമല്ല, നീ സാക്ഷിയാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല സാത്താൻ്റെ ശക്തിയുടെ മേൽ നിനക്ക് ജയമുണ്ടാകും. നിൻ്റെ ശരീരത്തോടോ നിൻ്റെ മനസ്സിനോടോ നിൻ്റെ ആത്മമണ്ഡലത്തോടോ പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കി ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന ദൈവപൈതൽ ആത്മാവിൽ വിളിച്ചു പറയും, യേശുവിൻ്റെ നാമത്തിൽ നീ എന്നെ വിട്ട് മാറിപ്പോ. നിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്, ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്, ദൈവരാജ്യത്തിൻ്റെ സമാധാനമാണ്, ദൈവരാജ്യത്തിൻ്റെ സന്തോഷമാണ്. അത് പ്രാപിപ്പാനത്രേ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്.